തലവീർത്തു വരുന്ന ഹൈഡ്രോസെഫാലസ് രോഗമാണ് ബാദുഷയ്ക്ക്. എൻഡോസൾഫാൻ ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ ഇതുവരെയും ബാദുഷയ്ക്ക് സർക്കാരിന്റെ സഹായമൊന്നും ലഭിച്ചിരുന്നില്ല. ലിസ്റ്റിൽ പേര് ചേർക്കാനായി ബാദുഷയുടെ ഉമ്മ താഹിറ വർഷങ്ങളോളം ഓഫീസുകൾ കയറിയിറങ്ങി. ബാദുഷയുടെ കുടുംബം താമസിക്കുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തിന് പുറത്താണെന്ന കാരണം പറഞ്ഞാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഒടുവിൽ ബാദുഷയെ തേടി സർക്കാർ സഹായമെത്തി. ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. പഞ്ചായത്തിൽ ഒരുപാട് ഇറങ്ങി, എനിക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൽ നിന്നും കിട്ടിയിട്ടില്ല, എവിടുന്നും കിട്ടിയില്ല. ഇപ്പൊ എനിക്ക് കിട്ടീന്നെ ആരെല്ലാം വയ്യ എനിക്ക് തന്നിനെങ്കിൽ അത് റഹ്മാൻ മാഷ് വയ്യും വത്സമാഷ് വയ്യാണ് എനിക്ക് തന്നിരുന്നത്. ഗവൺമെന്റ് എൻ്റെ അടുത്ത് എനിക്ക് ഇത് ആദ്യമായിട്ട് 3 സെന്റ് സ്ഥലവും ഇപ്പൊ ഈ ചെക്കുമാണ് എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ മാസമാണ് ബാദുഷയെ പുതുതായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ആദ്യ ഗഡുവായ 1.5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. നിരവധി സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്തോടെ നിർമ്മിച്ച പുതിയ വീട്ടിലേക്ക് ബാദുഷയും കുടുംബവും താമസം മാറി. ചെങ്കള പഞ്ചായത്ത് അനുവദിച്ച 3 സെന്റ് സ്ഥലത്ത് MA റഹ്മാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എൻഡോസൾഫാൻ വിരുദ്ധ കൂട്ടായ്മയായ എൻവിസാജും മറ്റ് സാമൂഹിക സംഘടനകളുമാണ് വീട് നിർമ്മിക്കാൻ സഹായം നൽകിയത്. മീഡിയ 1 കാസർഗോഡ്.